അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. മുത്തുകളെ, സ്വത്തുകളെ, കരളുകളെ, കുരുകളെ, പഞ്ചാര കുഞ്ചുകളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്ട്രക്ചർ ഓഫ് ടൂത്ത്, പല്ലിന്റെ ഘടന. ഓക്കെ, പല്ലിന്റെ ഘടന കേട്ടോ, പല്ലിന്റെ ഘടന. ഇത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക് സ്കിപ്പ് ചെയ്തോളൂ, വെറുതെ പിന്നെ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, പക്ഷെ അറിയാത്തവരെന്ത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. അതായത് പല്ലിന്റെ ഘടനയിൽ മെയിനായിട്ടും പല്ലിനെ നമുക്ക് 3 പോർഷനായിട്ട് തരംതിരിക്കാം. 1 ക്രൗണ്, 2 നെക്ക്, 3 റൂട്ട്. ദന്തമകുടം, ദന്തഗളം, ദന്തമൂലം. ദന്തമകുടം, ദന്തഗളം, ദന്തമൂലം. ഇങ്ങനെ മൂന്ന് ഭാഗമാണ് ആർക്കുള്ളത്? പല്ലിനുള്ളത്. ഓക്കെ, അതൊന്നുമല്ല ഇമ്പോർട്ടൻറ്റ്. അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് പല്ലിന്റെ ബാഹ്യമായിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഭാഗം പല്ലിന്റെ ഇന്റേണൽ സ്ട്രക്ചർ, പല്ലിന്റെ ഉള്ളിലുള്ള ഘടന. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പല്ലിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ടൂത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 4 ഭാഗമുള്ളത്. എത്ര ഭാഗം? 4 ഭാഗം. ഏതൊക്കെയാണ് ആ 4 ഭാഗം എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഭാഗം ഇനാമൽ. എന്താ പേര്? ഇനാമൽ. നല്ല പേര് അല്ലേ? ഓക്കെ, ഇനാമൽ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ പേര് കേട്ടോ, ഇനാമൽ. രണ്ടാമത്തേത് ഡെൻറ്റൈൻ, മൂന്നാമത്തേത് പൾപ്പ് ക്യാവിറ്റി, നാലാമത്തേത് സിമെന്റം. അപ്പൊ ഇതിന്റെ കൂടെ പറഞ്ഞോളൂ, ഇനാമൽ, ഡെൻറ്റൈൻ, പൾപ്പ്, സിമെന്റം. ഒന്നുകൂടെ ഇനാമൽ, ഡെൻറ്റൈൻ, പൾപ്പ്, സിമെന്റം. ഇനാമൽ, ഡെൻറ്റൈൻ, പൾപ്പ്, സിമെന്റം. ഇനാമൽ, ഡെൻറ്റൈൻ, പൾപ്പ്, സിമെന്റം. സിമെന്റം ഒന്ന് റൊമാൻറ്റിക് ആണ്. ഒന്നുകൂടെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇനാമൽ, ഡെൻറ്റൈൻ, പൾപ്പ്, സിമെന്റം. പഠിച്ചില്ലേ? ഇനി ഒന്ന് വെറുതെ പറഞ്ഞു നോക്കൂ. ഇനാമൽ, ഡെൻറ്റൈൻ, പൾപ്പ്, സിമെന്റം കിട്ടി, ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനാമലിന്റെ പ്രത്യേകത, ഇനാമലാണ് പല്ലിന്റെ ഏറ്റവും പുറത്തുള്ള ഭാഗം, മാത്രമല്ല ഏറ്റവും കട്ടിയുള്ള ഭാഗം. ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള പദാർത്ഥമാണ്, അല്ലെങ്കിൽ കാഠിന്യമുള്ള പദാർത്ഥമാണെന്ത്? ഇനാമൽ. ഇതാ ഏറ്റവും ഈ മുന്നിലുള്ള ഭാഗം. പിന്നെ ഇതിന്റെ നിറം വെള്ള നിറമായിരിക്കും. ഈ മുന്നിലുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഇതാണ് ഇനാമൽ. ഭയങ്കര കട്ടിയായിരിക്കും. ഇതിന് നല്ല കട്ടിയില്ലേ? ഈ പേരുണ്ട്. ഇങ്ങനെ അടിച്ചിട്ട് എന്തെങ്കിലും പറ്റുണ്ടോ? ഇല്ല, ഇങ്ങനെ ഒന്നും പറ്റണില്ല, കാരണം നല്ല കട്ടിയുണ്ട്. ഓക്കെ, എന്നെഴുതിയിട്ട് ഒരു ചുറ്റിയെടുത്ത് ഒറ്റ കുത്ത് അത് ചെയ്തിട്ടോ. ഓക്കെ, അത്ര കട്ടിയില്ല. മനുഷ്യരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണെന്ത്? ഇനാമൽ. മാത്രമല്ല, ദിസ് ഈസ് ദ ഔട്ടർ കവറിങ് ഓഫ് ദ ടൂത്ത്. പല്ലിന്റെ പുറം കവചമാണ്. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നോൺ ലിവിങ് ടിഷ്യൂ കൊണ്ടാണ്. എന്ത് ടിഷ്യൂ കൊണ്ടാണ്? നോൺ ലിവിങ് ടിഷ്യൂ, അല്ലെങ്കിൽ നിർജീവമായ കലകൾ കൊണ്ട്. എന്ത് കലകൾ കൊണ്ട്? നിർജീവമായ കലകൾ കൊണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഡെൻറ്റൈൻ എന്ന് പറഞ്ഞാൽ ഈ ഇനാമലിന് തൊട്ടു താഴെ, ഏറ്റവും പുറത്തുള്ള ഈ വെള്ള ഭാഗമാണല്ലോ ഇനാമൽ, അതിന് തൊട്ടു താഴെ കാണപ്പെടുന്നത് ഈ ഒരു പോർഷനാണെന്ത്? ഡെൻറ്റൈൻ. എന്താ പേര്? ഡെൻറ്റൈൻ. നല്ല പേര്. അപ്പൊ ഏറ്റവും പുറത്തുള്ളത് ആരാണ്? ഇനാമൽ. അതിന്റെ തൊട്ടു താഴെയുള്ള ഈ ഭാഗമാണ് ആര്? ഡെൻറ്റൈൻ. ഡെൻറ്റൈൻ്റെ പ്രത്യേകത, ഡെൻറ്റൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് ലിവിങ് ടിഷ്യൂ കൊണ്ടാണ്. എന്ത് ടിഷ്യൂ കൊണ്ടാണ്? ലിവിങ് ടിഷ്യൂ കൊണ്ടാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ഡെൻറ്റൈൻ ജീവനുള്ള കലകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ജീവനുള്ള കല. അപ്പൊ ഇനാമൽ എന്തായിരുന്നു? അത് നിർജീവമായ കല. ഇനാമൽ നിർജീവമായ കല, ഡെൻറ്റൈൻ ജീവനുള്ള കല. മാറാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് ഞാൻ പറഞ്ഞു തരും. പിന്നെ എന്തിനാ ചേട്ടൻ ജീവിച്ചിരിക്കുന്നത്? കോഡ് ഉണ്ട്. എടാ, ഇനാമൽ നോൺ ലിവിങ് ടിഷ്യൂ, ഡെൻറ്റൈൻ ലിവിങ് ടിഷ്യൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ എൻ്റെ മുത്തുമണികൾ ഇങ്ങനെ ആലോചിക്കുക. ഇനാമൽ ചത്തു, അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനാമൽ ചത്തോട്ടെ, ഇനി നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനാമൽ ചത്തു എന്ന് ആലോചിച്ചാൽ, എന്ന് വെച്ചാൽ ഇനാമൽ എന്താണ്? നോൺ ലിവിങ് ടിഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ത് ടിഷ്യൂ കൊണ്ടാണ്? നോൺ ലിവിങ് ടിഷ്യൂ, അല്ലെങ്കിൽ നിർജീവമായ കല, ജീവനില്ലാത്ത കല, അതല്ലേ ചത്ത കല. ഓക്കെ, അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ഡെൻറ്റൈൻ എന്തായിരിക്കും? ജീവനുള്ള കല, അല്ലെങ്കിൽ ലിവിങ് ടിഷ്യൂ. അപ്പൊ അത് കിട്ടി. ഇനി അടുത്തത് പൾപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പല്ലിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഒരു അന്തസത്ത എന്നൊക്കെ പറഞ്ഞാൽ ആ ഉള്ളിലുള്ള ഒരു കോണ്ടന്റ് ഉണ്ടാവുമല്ലോ, അതാണ് പൾപ്പ്. ഇപ്പൊ ഒരു മാങ്ങന്റെ പൾപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ മാങ്ങന്റെ ഉള്ളിലുള്ള മെയിൻ നമ്മളൊക്കെ കഴിക്കുന്ന സാധനം. ഒരു ചക്കന്റെ പൾപ്പ്, അല്ലെങ്കിൽ സ്ട്രോബെറിന്റെ പൾപ്പ് എന്നൊക്കെ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള കോണ്ടന്റ് ആയിരിക്കും. അതേപോലെ തന്നെ പല്ലിന്റെ പൾപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതാണ് പല്ലിന്റെ ഏറ്റവും ഉൾഭാഗം കേട്ടോ. ഈ പല്ലിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചോളൂ. ദ ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ടൂത്ത്. പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണെന്ത്? പൾപ്പ്. അവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ കാൾഡ് പൾപ്പ്. ഓക്കെ, സോറി, അതല്ല. അവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ബ്ലഡ് വെസൽസ് ഉണ്ട്. ആരൊക്കെയുണ്ട്? ബ്ലഡ് വെസൽസ്, അല്ലെങ്കിൽ രക്തക്കുഴലുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെർവ്സ്, നാഡികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒഡൻഡോബ്ലാസ്റ്റ് സെൽസ്, അതായത് ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ. ഒരു ദുരന്ത പേരാണ്, പക്ഷെ ഒന്നും ചെയ്യാല്ല. ഒഡൻഡോബ്ലാസ്റ്റ്, ഒരു 4 ടൺ പറഞ്ഞാൽ മതി, കിട്ടും. ഒഡൻഡോബ്ലാസ്റ്റ്. അപ്പൊ പല്ലിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ രക്തക്കുഴലുണ്ട്, പല്ല് പറിക്കുമ്പോൾ ചോര വരലുണ്ട്. നാഡികളുണ്ട്, കാരണം നമുക്ക് പല്ല് വേദനയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഈ നാഡികൾക്ക് കംപ്ലൈന്റ് ഉണ്ടാകുമ്പോഴാണ്. പിന്നെ ഒഡൻഡോബ്ലാസ്റ്റ് സെൽസ്. എന്ത് സെൽസ്? ഒഡൻഡോബ്ലാസ്റ്റ് സെൽസ്. അപ്പൊ പല്ലിന്റെ പൾപ്പിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ രക്തക്കുഴലുകളുണ്ട്, നാഡികളുണ്ട്, ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങളുണ്ട്. ഇനി പല്ലിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗം സിമെന്റം. എന്താണ്?
സിമെന്റ് എന്ന് പറയുമ്പോൾ സാധാ സിമെന്റ് ഉണ്ടല്ലോ, സാധാ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന സിമെന്റ്. സാധാ സിമെന്റിന്റെ പണി എന്താ? നമ്മളെ വീട്ടിൽ ഒരു വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ കല്ലൊക്കെ അവിടെ ഉറപ്പിച്ച് നിർത്തുന്നു, അല്ലെങ്കിൽ ഇഷ്ടിക, അല്ലെങ്കിൽ എന്താണ് സിമെന്റും കട്ടൊക്കെ എന്ത് ചെയ്യും അവിടെ കറക്റ്റ് കൃത്യമായിട്ട് ഉറപ്പിച്ച് നിർത്തുന്ന പരിപാടിയാണ് ആർക്ക്? സിമെന്റിന്റെ പരിപാടി. അതേ സിമെന്റിന്റെ പരിപാടി തന്നെയാണ് ആർക്കും ഇവിടുത്തെ സിമെന്റത്തിനും. അതായത് ഈ പല്ലിനെ ഈ മോണയിൽ സോക്കറ്റിൽ ഇങ്ങനെ കൃത്യമായിട്ട് ഉറപ്പിച്ച് നിർത്തുന്നത് ആരാ 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 ആരാ? സിമെന്റം. നമ്മൾ ആരെങ്കിലും ഓരോ ഇപ്പൊ എന്റെ വായിലേക്ക് നിങ്ങൾ വന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഊതിയ എന്റെ പല്ല് ഇങ്ങനെ പാറിപ്പോണ്ടോ? ഇല്ല. കാരണം പല്ല് അവിടെ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നുണ്ട്. സഹായിക്കുന്നത് ആരാ? സിമെന്റം. ആരാണ്? സിമെന്റം. സിമെന്റം എന്ത് ചെയ്യുന്നു? ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ദാറ്റ് ഹോൾഡ്സ് ദ ടൂത്ത് ഇൻ ദ സോക്കറ്റ് ഓഫ് ദ ഗം. അതായത് പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയാണ് ആര്? സിമെന്റം. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയാണ് ആര്? സിമെന്റം. അതും പഠിച്ചു വെക്കുക. പിന്നെ സിമെന്റത്തിൽ എന്തടങ്ങിയിട്ടുണ്ട്? കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഏതാ എലമെന്റ്? കാൽഷ്യം. അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ പല്ലിന് എത്ര ഭാഗങ്ങളുണ്ട്? 4 ഭാഗങ്ങളുണ്ട്. ഇനാമൽ, ഡെന്റൈൻ, പൾപ്പ്, സിമെന്റം. ഇനാമലാണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് പാർട്ട്. ഏറ്റവും ഇന്നർ മോസ്റ്റ് പാർട്ട് ഏതാണ്? പൾപ്പാണ്. പൾപ്പിൽ ആരൊക്കെ ഉണ്ട്? ബ്ലഡ് വെസൽസ് ഉണ്ട്, നെർവ്സ് ഉണ്ട്, ഒഡന്റോബ്ലാസ്റ്റ് സെൽസ് ഉണ്ട്. പിന്നെ പല്ലിനെ അവിടെ ഉറപ്പിച്ച് നിർത്തുന്നത് ആരാ? സിമെന്റം. സിമെന്റത്തിൽ എന്തടങ്ങിയിട്ടുണ്ട്? കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇനാമൽ ഉണ്ടാക്കിയിട്ടുള്ളത് നിർജീവമായ ഡെഡ് ടിഷ്യൂ കൊണ്ട്, അതേസമയം ഡെന്റൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് ലിവിങ് ടിഷ്യൂ കൊണ്ട്, അല്ലെങ്കിൽ ജീവനുള്ള കലകൾ കൊണ്ട്. അത് ഇനാമൽ ചത്തു എന്ന് ആലോചിക്കുക. അപ്പൊ അതും കഴിഞ്ഞു. അപ്പൊ പല്ല് സെറ്റല്ലേ? പല്ല് സെറ്റല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് ചിരിക്കൂ. ഒന്ന് ചിരിച്ച് മോജൊക്കെ വെറുതെ ഒന്ന് കമന്റ് ചെയ്തോളൂ. അപ്പൊ ഗുഡ് ബൈ, സി യു സൂൺ.